ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫോൺ വെർട്ടിക്കലായി കുത്തനെ പിടിച്ച് ഷൂട്ട് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്ത് വീണ്ടും കാണുന്ന സമയത്ത് നമുക്ക് വെർട്ടിക്കലായ കുത്തനെയുള്ള ഇമേജ് ആയിട്ടാണ് കിട്ടുക. അതിൻ്റെ ഇരുവശവും കറുത്ത വരകളും കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് ചിത്രത്തെ ചെറുതാക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് പരിഹരിക്കുക? വെർട്ടിക്കലായ ഒരു വീഡിയോയെ നമ്മളുടെ വീഡിയോ എഡിറ്ററിൽ എങ്ങനെയാണ് ഹൊറിസോണ്ടലായി മാറ്റുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടില്ലേ? വെർട്ടിക്കലായ വീഡിയോയെ ഹൊറിസോണ്ടലായി മാറ്റുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമുക്ക് Kdenlive തുറക്കാം. ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ Kdenlive ഓപ്പൺ ചെയ്യാണ്. Kdenlive ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. അതിനായി ഫയലിൽ ന്യൂ, ഇവിടെ നമുക്ക് 1080 30 FPS സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ Kdenlive വീഡിയോ എഡിറ്റിങ്ങിനായി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനായി ആഡ് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ആഡ് ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൊണ്ടുവരാനുള്ള വീഡിയോ ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഡെസ്ക്ടോപ്പിൽ നിന്ന് ഈ ഒരു വീഡിയോ ആണ് ഞാൻ Kdenliveലേക്ക് കൊണ്ടുവരുന്നത്. അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് വീഡിയോ ലഭിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ നമ്മൾ വീഡിയോ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാം. ഇത് വെർട്ടിക്കലായ പിക്ചറാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇരുവശവും കറുത്ത നിറത്തിലാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ നടുവിൽ മാത്രമാണ് ചിത്രമുള്ളത്. ഇതാണ് നമുക്ക് ഹൊറിസോണ്ടലായി മാറ്റേണ്ടത്. അതുപോലെ തന്നെ സ്ക്രീനിൽ ഫുള്ളായി വരുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റണം. അത് വളരെ എളുപ്പമാണ്. നമുക്കിവിടെ ട്രാൻസിഷൻസ്, ഇഫക്ട്സ്, രണ്ട് കാര്യങ്ങൾ കാണാം. ഇതിൽ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. മുകളിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഇഫക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ട്രാൻസ്ഫോം വന്നിരിക്കുകയാണ്. ട്രാൻസ്ഫോം, ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോമിനകത്താണ് ട്രാൻസ്ഫോം ഉണ്ടാവുക. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഈ വീഡിയോയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ വീഡിയോ സെലക്ട് ആയത് കാണാം. നമുക്ക് ഏത് രീതിയിലും മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ വീഡിയോ മാറിയിരിക്കുകയാണ്. അതിനായി ഇവിടെ ഷോ ഹൈഡ് എഡിറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് പോകും. വീണ്ടും ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഹൊറിസോണ്ടലാക്കുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിവിടെ പ്രോപ്പർട്ടീസിൽ ട്രാൻസ്ഫോം ഇഫക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് കാണാൻ വേണ്ടി കഴിയും. ഇതിനകത്ത് റൊട്ടേഷൻ എന്ന് കാണാം. റൊട്ടേഷൻ ഇവിടെ ഇപ്പോൾ അത് 0 ആണ്. നമ്മളത് -90 കൊടുക്കുകയാണ്. -90 എന്നിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അഡ്ജസ്റ്റ് ടു ഒറിജിനൽ സൈസ്, അഡ്ജസ്റ്റ് ആൻഡ് സെൻറ്റർ ഇൻ ഫ്രെയിം, ഫിറ്റ് ടു വിഡ്ത്ത്, ഫിറ്റ് ടു ഹൈറ്റ് എന്നീ ഓപ്ഷനുകൾ കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ഫിറ്റ് ടു ഹൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമുക്ക് അഡ്ജസ്റ്റ് ടു ഒറിജിനൽ സൈസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലെ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് സ്ക്രീനിന് ഫുള്ളായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇപ്പോൾ അത് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ക്രീനിൽ നിറഞ്ഞു നിന്നിട്ടാണ് അത് പ്ലേ ആവുന്നത്. മാത്രവുമല്ല അത് ഹൊറിസോണ്ടലായിട്ട് മാറിയിരിക്കുകയാണ്. വെർട്ടിക്കലിൽ നിന്നും ഹൊറിസോണ്ടലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനെ റെൻഡർ ചെയ്തെടുക്കാം. അതിനായി ഇവിടെയുള്ള റെൻഡർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. MP4 ഡോമിനേറ്റിംഗ് ഫോർമാറ്റ് കൊടുക്കാം. ഇതിൻ്റെ ക്വാളിറ്റി ഫുള്ളാക്കി കൊടുക്കാം. വേണമെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് എവിടത്തേക്കാണ് പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് ഡിസൈഡ് ചെയ്യാം. പേര് കൊടുക്കാം. എന്നിട്ട് റെൻഡർ ടു ഫയൽ കൊടുക്കാം. റെൻഡർ ടു ഫയൽ. റെൻഡർ ടു ഫയൽ കൊടുക്കുമ്പോൾ ഇവിടുന്ന് അത് റെൻഡർ ആവുകയാണ്. ഇനി നമുക്ക് ഈ ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് സ്ക്രീന് ഫുള്ളായിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല അത് വെർട്ടിക്കൽ പൊസിഷനിൽ നിന്നും ഹൊറിസോണ്ടലായിട്ടും മാറിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ ഉള്ള ഒരു വീഡിയോയെ Kdenlive ഉപയോഗിച്ച് നമ്മൾ ഹൊറിസോണ്ടലിലേക്ക് മാറ്റുന്നതും അതുപോലെ തന്നെ ഫുൾ സ്ക്രീനാക്കി മാറ്റുന്നതും. ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.